വംശീ വിഭൂഷിതകരാൽ നവനീരദാപാൽ പീതാംബരാൽ അരുണബിംബവലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം ചതുസ്സപ്തതിതമോധ്യായ. 74-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച ഏവം യുധിഷ്ഠിരോ രാജാ ജരാസന്ധവതം വിഭോ കൃഷ്ണസ്യ അനുഭാവന്തം ശ്രുത്വാ പ്രീതസ്തമബ്രവീൽ. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ് പരീക്ഷത്തിനോട്, യുധിഷ്ഠിര രാജാ ഏവം വിഭോ കൃഷ്ണസ്യ. ആ യുധിഷ്ഠിരൻ മഹാരാജാവ് എല്ലാറ്റിനും വിഭുവായിരിക്കുന്ന, അതായത് അജ്ഞാനും കഴിവുള്ള കൃഷ്ണസ്യ തം അനുഭാവം, ഭഗവാന്റെ മഹാത്മ്യത്തെയും ജരാസന്ധവധം, ജരാസന്ധനെ വധിച്ചതിനെയും കേട്ടിട്ട് ശ്രുത്വാ പ്രീത തം അബ്രവീൽ, വളരെ സന്തുഷ്ടനായിട്ട് അദ്ദേഹത്തോട് ഭഗവാനോട് പറഞ്ഞു. യേശുസ്ത്രൈലോക്യപുരവ സർവലോകമഹേശ്വര. യേശുസ്ത്രൈലോക്യപുരവ സർവേ ലോകമഹേശ്വരാ വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസൈവാനുശാസനം. യേ ത്രൈലോക്യപുരവ, ഈ 3 ലോകത്തിലെയും, ഇത് യുധിഷ്ഠിര ഉവാച എന്ന് അതിൽ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഗോപാലനാരുടെ പുസ്തകത്തിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ വായിക്കാഞ്ഞത്. ഭഗവാനെ 3 ലോകനിവാസികളാലും പൂജിക്കപ്പെടുവാൻ യോഗ്യന്മാരായ ത്രൈലോക്യഗുരവ, ലോകമഹേശ്വര, ലോകത്തിന് മഹേശ്വരന്മാരിക്കുന്ന സർവേ എല്ലാവരും ദുർലഭം അനുശാസനം ലബ്ധ്വ, അതായത് അങ്ങയുടെ ഏറ്റവും ദുർലഭമായിട്ടുള്ള ആത്മീയ ഭാഗ്യത്താൽ ലഭിക്കാൻ ഇടവരുന്ന സമയത്ത് അവരെല്ലാവരും അതിനെ ശിരസ്സുകൊണ്ട് വഹിക്കുന്നു. അതായത് അങ്ങയുടെ ആത്മീയ പ്രപഞ്ചത്തിലെ എല്ലാവരും വളരെ ഭാഗ്യമായിട്ട് കരുതിയിട്ട് തങ്ങളുടെ ശിരസ്സുകൊണ്ട് അങ്ങയുടെ എന്ത് പറഞ്ഞാലും അതിനെ മാനിച്ചുകൊണ്ട്, അതിനെ സ്വീകരിച്ചുകൊണ്ട്, അതിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങുന്നു പറയുകയാണ്. സ ഭവാൻ അരവിന്ദക്ഷോ ദീനാനാം ഈശമാനിനം ധത്തേനുശാസനം ഭൂമൻ സദത്യന്ത വിടംബനം. അങ്ങനെയുള്ള സ ഭവാൻ, ഈ അരവിന്ദാക്ഷ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ, ഈ ദീനാനാം ഈശമാനിനാം അനുശാസനം, ഒരു സാധാരണ രീതിയിൽ ദീനന്മാരാണ്, സ്വയം തന്നെ ദുഃഖിതന്മാരാണ്, എന്നാലോ ഈശന്മാരാണെന്ന് കേവന്മാരായിട്ടുള്ള ഇതാ നടിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഈ അനുശാസനത്തെ, അതായത് ഞങ്ങളുടെ വാക്കുകൾ ആജ്ഞയെ ധത്തെ അങ്ങ് ധരിക്കുന്നു. അതായത് ഞങ്ങൾ പറഞ്ഞ് കേട്ടുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒരു കിങ്കരനെമാരി അവിടെ ഈ ഇവിടേക്ക് പോവുകയൊക്കെ ചെയ്തില്ലേ, അതിനെ പറ്റിയാണ് പറയണത്. ഭൂമൻ, എല്ലാറ്റിലും അതിൽ ഭൂമാവായിരിക്കുന്ന ഭഗവാനെ, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവനെ, തൽ അത്യന്ത അത് വല്ലാത്തൊരു നാട്യല്ലേ ഭഗവാന്റെ എന്ന് ചോദിക്കുകയാണ്. അത്യന്ത വിടംബനം. നഹ്യേകസ്യ അദ്വിതീയസ്യ ബ്രഹ്മണ പരമാത്മന കർമ്മഭിർവർദ്ധതേ തേജോ ഹ്രസതേ ച യഥാരവേ. ഏകസ്യ അദ്വിതീയസ്യ, എങ്ങനെയാണ് അങ്ങ് യഥാർത്ഥത്തിൽ ഏകനാണ്, അങ്ങല്ലാണ്ട് വേറെ രണ്ടാമത്തെ ഒരാൾ ഇല്ലാത്തവനാണ്. അങ്ങക്ക് എങ്ങനെയാണ് സർവകാരണമാണ്, ബ്രഹ്മണ പരമാത്മന, എല്ലാറ്റിൻ്റെ പരമാത്മാവാണ്, എല്ലാ ജീവന്മാരുടെയും നിയന്താവാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങക്ക് ഒരു പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അത് കൂടുതൽ തേജസ് ഉണ്ടാവുക, അല്ല കർമ്മങ്ങൾ ചെയ്തു, അല്ല ചെയ്യാത്തത് കൊണ്ട് ക്ഷയം ഉണ്ടാവുക, ഒന്നും ഉണ്ടാവില്ല. ഇതുമാതിരി സൂര്യൻ്റെ രവേയത, സൂര്യൻ്റേതെന്ന പോലെ എന്ന് പറയുകയാണ്. ന വർദ്ധതേ ന ഹ്രസതേ, അങ്ങക്ക് വൃദ്ധിക്ഷയങ്ങൾ സാധാരണ മനുഷ്യന്മാരെ മാരില്ല, കാരണം അങ്ങ് പൂർണ്ണ ബ്രഹ്മസ്വരൂപനാണ്. നവൈതേജിത ഭക്താനം മമാഹമിതി മാധവ ത്വം തവേതി ജനാനാദി പശൂനാമിവ വൈകൃത അജിത.
ഭഗവാനോട് വീണ്ടും പറയുകയാണ്, ഹേ മാധവ, ആ മായയ്ക്ക് അതീതനായിട്ടുള്ള ഭഗവാനെ, തേ ഭക്താനാം പശൂനാം ഇവ, അങ്ങയുടെ ഭക്തന്മാർക്ക് കൂടെ എങ്ങനെയാണ് പശുക്കൾക്ക് അറിവില്ലാത്തവർക്ക് എന്ന പോലെ മമ അഹം തവാത്വം വൈകൃത നാനാധി എന്നാണ്. അതായത് അങ്ങയുടെ ഭക്തന്മാർക്ക് പോലും ഈ മറ്റുള്ള സാധാരണ പശുക്കൾക്ക് സാധാരണക്കാർക്ക് ഉണ്ടാവില്ലേ, അതുമാതിരി ഈ ഉച്ചനീയത്വം അല്ലെങ്കിൽ ഞാനേ എൻ്റെ നീയേ നിൻ്റെ എന്നുള്ള നാനാത്വ ഭാവന അങ്ങയുടെ ഭക്തന്മാർക്ക് കൂടി ഇല്ല എന്ന് പറയുകയാണ്. പിന്നെ അങ്ങയ്ക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ശ്രീശുഗൗവാച ഇത്യുക്ത്വാ യജ്ഞിയേ കാലേ വമ്രേ യുക്തൻ സർപ്പിജ കൃഷ്ണാനുമോദിത പാർത്ഥോ ബ്രാഹ്മണൻ ബ്രഹ്മവാദിന. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഈ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരി ഉക്വാ യജ്ഞീയേ കാലേ, ഇവിടെ രാജസൂയം നടത്തണം എന്നല്ലേ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള കാലം വന്ന സമയത്ത് യജ്ഞീയേ കാലേ കൃഷ്ണാനുമോദിത സപാർത്ഥ, ആ ഭഗവാനാൽ അനുമോദിക്കപ്പെട്ട ആ പാർത്ഥ യുധിഷ്ഠിരൻ യുക്താൻ ബ്രഹ്മവാദിന ഋത്വിജാം വവ്രേ, വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള, യുക്ത എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർ യോഗ്യന്മാരായിട്ടുള്ള വേദജ്ഞാനികളായിരിക്കുന്ന ഋത്വിക്കുകളായിട്ടുള്ള ബ്രാഹ്മണരെ ഭരിച്ചു. അവർ ഋത്വിക്കുകളായിട്ട് ഭരിച്ചു. ആരൊക്കെയാണ്? വൈവായനോ ഭരദ്വാജ സുമന്തു ഗൗതമോ അസിത വസിഷ്ഠസ്ത്യവന കണ്വോ മൈത്രേയ കവഷസ്ത്രിത വിശ്വാമിത്രോ വാമദേവ സുമതിർ ജൈമിനി ക്രതു പൈല പരാശരോ ഗർഗോ പഞ്ചംബായന ഏവ ച അഥർവാ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവ ആസുരി വീരിഹോത്രോ മധുച്ഛന്ദ വീരസേനോ കൃതം വ്രണ ഉപഭൂതാ തഥാ ചന്യേ ദ്രോണഭീഷ്മ കൃപാദയ ധൃതരാഷ്ട്ര സഹസുതോ വിദുരശ്ച മഹാമതി. കർമ്മികളായിട്ട് ബ്രാഹ്മണരെ ഭരിച്ചു എന്ന് പറയില്ലേ, അവരുടെ പേരുകളാണ് പറയണത്. വൈവായനൻ, ഭരദ്വാജൻ, സുമന്തു, ഗൗതമൻ, ആസീതൻ, വസിഷ്ഠൻ, ച്യവനൻ, കണ്വൻ, മൈത്രേയൻ, കവശൻ, ത്രിതൻ, വിശ്വാമിത്രൻ, വാമദേവൻ, സുമതി, ജൈമിനി, ക്രതു, പൈലൻ, പരാശരൻ, ഗർഗൻ, വൈശമ്പായനൻ, അഥർവാവ്, കശ്യപൻ, ധൗമ്യൻ, ഭാർഗവരാമൻ, പരശുരാമൻ, ആസുരി, വീരിഹോത്രൻ, മധുച്ഛന്ദസ്, വീരസേനൻ, ആകൃതം വ്രണ, ഇവരൊക്കെ ഋത്വിക്കുകളായിട്ട് ഭരിച്ചു. പിന്നെ ഋത്വിക്കുകളെ ഉപദ്രഷ്ടാവ്, അങ്ങനെ ബഹുവിധ കർമ്മകാരികളായിട്ട് ഇവരെയൊക്കെ ഭരിച്ചു എന്ന് പറയുകയാണ്. അതിനുശേഷം ദ്രോണര്, ഭീഷ്മര്, കൃപാചാര്യര്, ധൃതരാഷ്ട്രര്, അദ്ദേഹത്തിൻ്റെ പുത്രന്മാര്, മഹാബുദ്ധിമാനായുള്ള വിതുരര്, ഇവരെ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയിരുന്നു ഈ യാഗസദസ്സിലേക്ക്. ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യ ശൂദ്രാ യജ്ഞതിദൃക്ഷവ തത്രേയു സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃവാ എന്ന് മാത്രമല്ല, ഈ പരീക്ഷിത്തെ നൃവാ യജ്ഞതിദൃക്ഷവ, യാഗം കാണുവാൻ ആഗ്രഹമുള്ള സർവരാജാന, അനവധി എല്ലാ ദിക്കിലുള്ള രാജാക്കന്മാരും, അതുമാതിരി രാജ്ഞാം പ്രകൃതി, ആ രാജാക്കന്മാരുടെ പ്രകൃതികൾ, അതായത് അവരുടെ എങ്ങനെയാണ് ബ്രഹ്മക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരായിട്ടുള്ള സകല പ്രജകൾ എന്നാണ് പറയുന്നത്. അവരെല്ലാവരും അവിടെ ഈ രാജസൂയ യജ്ഞം കാണാൻ വേണ്ടി അവിടെ എത്തി. തതസ്തേ ദേവയജനം ബ്രാഹ്മണ സ്വർണലാംഗലൈ കൃഷ്വാ തത്ര യഥാമ്നായം ദീക്ഷായം ചക്രിരേ നൃപം. ആ സമയം വന്നെടുത്ത സമയത്ത് അനന്തരം തേ ബ്രാഹ്മണ, ആ ഋത്വിക്കുകളായിട്ടുള്ള ബ്രാഹ്മണന്മാര് നല്ല സ്വർണം കൊണ്ടുണ്ടാക്കിയുള്ള കലപ്പകളെ കൊണ്ട് യജ്ഞഭൂമിയൊക്കെ ഉഴുതിട്ട് തത്ര അവിടെ യഥാ അമ്നായം വേണ്ട വേദവിധി പ്രകാരം നൃപം ദീക്ഷയാൻ ചക്രിരേ, രാജാവിനെ യജ്ഞത്തിനായിക്കൊണ്ട് ദീക്ഷിപ്പിച്ചു വിധിപ്രകാരം. രാജസൂയത്തിൽ എല്ലാ 4 വേദങ്ങളും പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞ വേദവ്യാസൻ്റെ ശ്രേഷ്ഠ ശിഷ്യന്മാരായിട്ടുള്ള പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, സുമന്തു, ഇവർ ദ്വാദശസ്കന്ധത്തിൽ പറയും ഋഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും സാമവേദത്തിൻ്റെയും അഥർവവേദത്തിനൊക്കെ ഇവരെ ഓരോരുത്തരെയാണ് വേദവ്യാസം പഠിപ്പിച്ചതെന്നൊക്കെ
ഇതിൽ ദ്വാദശസ്കന്ധത്തിൽ പറയും. അപ്പോൾ എന്താണ് ആ വേദവ്യാസ മഹർഷിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വളരെ ശ്രദ്ധയോടുകൂടി ഈ 4 വേദങ്ങളും ഉച്ചരിച്ചുകൊണ്ടാണ് ആ യാഗം അത്ര ശ്രേഷ്ഠമായിട്ടാണ് യാഗം നടത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ സൂചന കേട്ടോ. ഹൈമാകിലോപകരണ വരുണസ്യയതാ പുരാ ഇന്ദ്രാദയോ ലോകപാല വിരിഞ്ചപവ സംയുത സഗണാ സിദ്ധഗന്ധർവ വിദ്യാധരമഹോരഗ മുനയോ യക്ഷരക്ഷാംസി ഖഗകിന്നരചാരണ രാജാനശ്ച സമാഹൂത രാജപത്ന്യശ്ച സർവശ രാജസൂയം സമീയുസ്തേ സമീയുസ്തേനാവാം രാജ്ഞ പാണ്ഡുസുതസ്യ വൈ മേനിരേ കൃഷ്ണഭക്തസ്യ സൂപവന്നം അവിസ്മിത. ശരിക്കും ഈ അവിടെ ഇനി അടുത്ത ശ്ലോകം കൂടി ചെല്ലിയതിന് ശേഷമാണ് ഇതിന് മുമ്പിലത്തെ ശ്ലോകം വേണ്ടത്. കാരണം ഇവിടെ രാജസൂയത്തിൻ്റെ ഒരുക്കുമാനങ്ങളാണ് ആദ്യം പറഞ്ഞത്. അതിന് മുമ്പ് തന്നെ നമ്മൾ കലപ്പ കൊണ്ട് ആ ഭൂമി ഒഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എങ്ങനെയാണ് ഇവിടെ ഈ രാജസൂയത്തിൻ്റെ ഒരുക്കുമാനങ്ങൾ? പുരാ വരുണസ്യ, പണ്ട് വരുണൻ്റെ ഇതില്ലേ രാജസൂയം നടത്തേണ്ട വരുണൻ, ആ സമയത്ത് ഇന്ദ്രാദി ദേവന്മാർ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള അവർ വിരിഞ്ച ഭവസംയുത ഇന്ദ്രാദയോ ലോകപാല ആ ഉപകരണങ്ങളൊക്കെ കൊണ്ട് വരുണൻ്റെ യാതും നടത്തിയോ അതുമാതിരിയായിരുന്നു ഇവിടെ ഈ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ രാജസൂയം കൂടി പറയുകയാണ്. സഗണ അവരെല്ലാവരും ബ്രഹ്മാവ് പരമേശ്വരൻ തുടങ്ങിയുള്ള ദേവന്മാർ, ലോകപാലന്മാരായിട്ടുള്ള ഇന്ദ്രൻ തുടങ്ങിയവർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, മഹോരകങ്ങൾ, മുനികൾ, യക്ഷസ്സുകൾ, രക്ഷസ്സുകൾ, പശുക്കൾ, ഖഗങ്ങൾ, കിന്നരന്മാർ, അതായത് പക്ഷികൾ, കിന്നരന്മാർ, ചാരണന്മാർ, അവരെല്ലാവരും സമാഹൂത അവരെയൊക്കെ ക്ഷണിച്ച് വരുത്തിണ്ടേ. അതിന് മാത്രമല്ല രാജാനച്ച രാജാക്കന്മാരും രാജപത്നിച്ച സർവച കൃഷ്ണ അവരെല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാ ദിക്കിൽ നിന്നും. എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്ഞ പാണ്ഡുസുതൈ രാജസൂയം ആ പാണ്ഡുസുതനായിട്ടുള്ള യുധിഷ്ഠിരൻ്റെ ആ രാജസൂയം കാണാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ എത്തിയത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് വളരെ സൂപവന്നം ഏറ്റവും സമുചിതമായിരിക്കുന്ന അവർക്ക് മേനിരെ അവർക്ക് എന്നായിട്ട് അറിയാം. കാരണം മേനിരേ കൃഷ്ണഭക്തസ്യ, അതായത് ഈ യുധിഷ്ഠിരൻ ഭഗവാന്റെ ഭക്തനാണ്. അപ്പോൾ ഭഗവാൻ അവിടെ ഉണ്ടായിരിക്കുക. ഭഗവാൻ അവിടെ ഉണ്ടാകുമ്പോൾ ആ ചടങ്ങുകളെല്ലാം വളരെ വേണ്ട രീതിയിൽ സൂപവന്നം സമുചിതമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഔത്സുക്യത്തോടു കൂടിയിട്ട് ആ യാഗം കാണാൻ അവിടെ എത്തിയത്. അയാജയൻ മഹാരാജം യാജകാദേവവർച്ചസ രാജസൂയേന വിധിവൽ പ്രാജേസമിവാമരാ. അത് പറഞ്ഞിട്ട് അതായത് പ്രജേതസ് എന്ന് പറഞ്ഞാൽ വരുണൻ, അതിൽ വരുണനെ പോലെ പ്രാജേതസ് എന്ന് പറഞ്ഞാൽ വരുണനെ പോലെ ഏതുമാതിരി അമരാ പ്രാജേതസ് ദേവന്മാർ വരുണനെ കൊണ്ട് എങ്ങനെ യാഗം ചെയ്യിച്ചു, അതേമാതിരി ദേവകാന്തിയുള്ളവരായിട്ടുള്ള ആ യാചകന്മാരെല്ലാവരും ഈ രാജസൂയം കൊണ്ട് ആ യുധിഷ്ഠിര മഹാരാജാവിനെ വേണ്ട വിധിപ്രകാരം യജിപ്പിച്ചു നായാജയൻ. സൗത്യേഹന്യവനീപാലോ യാജകൻ സദസസ്പതിൻ അപൂജയൻ മഹാഭാഗൻ യഥാവൽ സുസമാഹിത. ഈ സൗത്യേഹനി അതായത് സുത്യേഹനി എന്നാണ് കേട്ടോ. സുത്യേഹനി അവനീപാല സുസമാഹിത. അതായത് സുത്യേഹനി എന്ന് പറഞ്ഞാൽ ഈ സുത്യാഹസിൽ, അതായത് ഈ സോമലതയുടെ രസം കൊണ്ട് യജിക്കുന്ന ആ സമയത്തിനാണ് സുത്യേഹനി എന്ന് പറയുക. അപ്പോൾ ആ ദിവസത്തിന് സുത്യേഹനി എന്ന് പറയും. അന്നേ ദിവസം അവനീപാലോ യാജകാൻ സദസസ്പതീൻ, ഈ അവനീപാലൻ അതായത് യുധിഷ്ഠിര മഹാരാജാവ് ഏറ്റവും മനസ്സിരുത്തിയവനായിട്ട് സുസമാഹിത എന്ത് ചെയ്തു? യഥാവൽ യാജകാൻ സദസസ്പതീൻ മഹാഭാഗാൻ അപൂജയൽ, സദസ്സിലുള്ള ആ എല്ലാവരെയും അന്ന് യോഗ്യന്മാരെ എല്ലാവരെയും വിധിപ്രകാരം എല്ലാവരെയും പൂജിക്കണം എന്നാണ് നിയമം. അത് ചെയ്തു എന്ന് പറയുകയാണ്. എന്നിട്ടോ എല്ലാവരും സദസ്സിലെല്ലാവരും പൂജിക്കണം. എന്നിട്ടോ സദസ്യ അഗ്രാർഹണാർഹം വൈ വിമൃശന്ത സഭാസദ നാട്യഗച്ഛന്നൈകാന്ത്യൽ സഹദേവ തദബ്രവീൽ. ആ സഭാസദ വിമൃശന്ത ഇങ്ങനെ സദസ്സിലെല്ലാവരും പൂജിക്കുന്ന സമയത്ത് ആ സദസ്സിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള
പൂജായോഗ്യനായിട്ടുള്ളൊരു പുരുഷനെ തിരഞ്ഞെടുക്കണം. അതാണ് അഗ്രപൂജ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വിമർശന്ത ആലോചിക്കുന്നവരായിട്ട് അനേകത്വം ഹേതുവായിട്ട് ആരെ ഇപ്പോൾ തിരഞ്ഞെടുക്കുക? അവിടെ സവസ്ഥയിലുള്ള എല്ലാവരും ഒന്നിനൊന്നിന് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അത് കാരണം കൊണ്ട് അധ്യഗച്ഛൻ അവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ അതങ്ങനെ നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. തഥാ അപ്പോൾ സഹദേവ അബ്രവി, ആ സമയത്ത് സഹദേവൻ പാണ്ഡവന്മാരുടെ ഒടുവിലത്തെ അനിയനാണ് അദ്ദേഹം, എഴുന്നേറ്റ് നിന്ന് യാതൊരു പരിഭ്രമവും കൂടാണ്ട് അഭിപ്രായപ്പെട്ടു എന്ന് പറയുകയാണ്. എന്താണ്? അരിഹരി അച്യുതശ്രൈഷ്ട്യം ഭഗവാൻ സത്വദമ്പതി യേശ വൈ ദേവതാ സർവ ദേശകാലധനാദയാ. സഹദേവന് യാതൊരു പരിഭ്രമവുമില്ല. അദ്ദേഹം എണീറ്റ് നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഹരിഹതി ഹി അച്യുത, ഹരിഹതി ഹി തീർച്ചയായിട്ടും അച്യുതൻ, യാതൊരു ച്യുതിയില്ലാത്ത ഭഗവാനാണ്. ഭഗവാൻ സത്വദാമ്പതി, ഭക്തരക്ഷകനായിട്ടുള്ള ഷൽഗുണപരിപൂർണനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഈ ശ്രേഷ്ഠസ്ഥാനത്ത് ശ്രൈഷ്ഠ്യം അർഹതി അർഹിക്കുന്നത്. ഏഷവ, ഇദ്ദേഹം തന്നെയാണ് ദേശകാല ധനാദയ സർവാദേവത, ദേശത്തിനും കാലത്തിനും ധനത്തിനും എന്ന് പറയേണ്ട എല്ലാറ്റിനും അതിദേവതയായിട്ടുള്ളത് ആരാണ്? ഈ അച്യുതനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് അഗ്രപൂജ ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെയും ഭഗവാന്റെ മഹത്വം പറയുകയാണ്. യഥാത്മകമിതം വിശ്വം കൃതവശ്ച യഥാത്മക അഗ്നിരാഹുതയോ മന്ത്ര സാഖ്യം യോഗശ്ചയൽപരാ. ഇതം വിശ്വം യഥാത്മകം, ഈ പ്രപഞ്ചം തന്നെ യാതൊരുത്തന്റെ സ്വരൂപനാകുന്നു. ക്രതവ ച, അതുമാതിരി യഥാത്മക, ഈ കാണുന്ന എല്ലാ തരത്തിലുള്ള ക്രതുക്കളും യജ്ഞങ്ങളും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം യാതൊരുത്തനാകുന്നു, ആത്മാവോട് കൂടിയതാകുന്നു. അഗ്നി ആഹുതയ മന്ത്ര സാഖ്യം യോഗ, അഗ്നിയും അതിൽ ചെയ്യുന്ന ആഹൂതികളും മന്ത്രങ്ങളും ജ്ഞാനവും യോഗവും യാതൊരുത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആശ്രയിച്ചിട്ടായിരിക്കുന്നു. ഏക ഏവ ദ്വിതീയോസൗ വേദതാജ്ഞമിതം ജഗൽ ആത്മനാത്മാശ്രയസഭ്യ സൃത്യവധി ഹന്യജാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരെ പൂജിച്ചാൽ എല്ലാം തൃപ്തമാകുന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് അസൗ, ആ അദ്ദേഹം അസൗ ഏക ഒരുവൻ തന്നെയുള്ളൂ. അതാരാണ്? അദ്വിതീയ, വേറൊരാളില്ല. ഇതം ജഗൽ ഐതദാത്മ്യം, ഈ ലോകം മുഴുവൻ ഇദ്ദേഹമാകുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് ആത്മാശ്രയം. അങ്ങനെ ആത്മാവാകുന്ന ആശ്രയത്തോടു കൂടിയവനായിട്ടുള്ള, അതേ സമയത്ത് ജനരഹിതനായിട്ടുള്ള ഇദ്ദേഹം സഭ്യ, അല്ലയോ സഭയിലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ, ആത്മനാ സൃജതി അവധി ഹന്തി, ഇദ്ദേഹം തന്നെയാണ് സ്വയം തൻ്റെ ആത്മാവിനെ കൊണ്ട് പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതും അതിനെ രക്ഷിക്കുന്നതും അവസാനം തന്നിൽ തന്നെ ലയിപ്പിക്കുന്നതും അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ ഹനിക്കുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയാണ്. വിവിധാനീക കർമാണി ജനയന്യതപേക്ഷയാ ഈഹതേയദയം സർവ ശ്രേയോ ധർമാവിലക്ഷണം. യദപേക്ഷയാ, ഈ പ്രപഞ്ചത്തിലെ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ, വിവിധാനി കർമാണി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം യദപേക്ഷ യാതൊരുവന്റെ കടാക്ഷത്താൽ ഫലവത്തുക്കളായിത്തീരുന്നു. യാതൊരുത്തനിൽ നിന്ന് അയം സർവ, ഈ സർവലോകം ധർമാദി ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ശ്രേയസ്സിനെ സാധിക്കുന്നു. തസ്മാൽ, അങ്ങനെയുള്ള കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേൽ സർവഭൂതാനം ആത്മനശ്ചാർഹണം ഭവേൽ. തസ്മാൽ, അതുകൊണ്ട് അത് ഹേതുവായിട്ട് മഹതേ കൃഷ്ണായ പരമാർഹണം, മഹാത്മാവായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണനായിക്കൊണ്ട് വേണം ഈ അഗ്രപൂജ ദീയതാം ദാനം ചെയ്യപ്പെടേണ്ടത്. ഏവം ചേൽ, അപ്രകാരമായാൽ സർവഭൂതാനാം ആത്മന അർഹണം ഭവേ, അങ്ങനെ ഈ ഭഗവാനെ പൂജിച്ചു കഴിച്ചാൽ സർവഭൂതങ്ങൾക്കും ആത്മാവിനും അങ്ങനെ പൂജ ചെയ്ത അതിൻ്റെ ഫലം അല്ലെങ്കിൽ പൂജ മാതിരിയാവും, എല്ലാവർക്കും പൂജ ചെയ്ത മാതിരിയാവും ഭഗവാനെ പൂജിച്ചാൽ എന്നാണ് സഹദേവൻ പറഞ്ഞത്. ഭഗവാനെ പറ്റി ഒരു സ്തോത്രം ചെല്ലാറില്ലേ? പ്രിയതാം പുണ്ടരീകാക്ഷ സർവയജ്ഞീശ്വരോ ഹരി യസ്മിൻ തുഷ്ടേ ജഗത്തുഷ്ടം പ്രീണിതേ പ്രീണിതം ജഗൽ. എല്ലാ യജ്ഞങ്ങളുടെയും ഈശ്വരനാണ്
ഹരിയായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനെ സന്തോഷിപ്പിച്ചു വെച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും സന്തോഷമാവും എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതന്നെയാണ് ഈ സഹദേവൻ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് തസ്മാൽ കൃഷ്ണായ മഹതേ ദീയതംബരമാർഹണം ഏവം ചേൽ സർവഭൂതാനം ആത്മനശ്ചാർഹണം ഭവേൽ സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനി ധേയം ശാന്തായ പൂർണ്ണായ ദത്തസ്യാനന്ദ്യമിച്ഛതാ. അതുകൊണ്ട് സർവഭൂതാത്മഭൂതായ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായി ഭവിച്ചവനും ശാന്തനും അനന്യദർശനെ വേറെ അന്യത്തെ ദർശിക്കാത്തവനും എല്ലാം തന്നിൽ തന്നെ മുഴുകി താൻ തന്നെ ഇരിക്കുന്ന ആ പൂർണ്ണനായിട്ടുള്ള കൃഷ്ണനായിക്കൊണ്ട് ദത്തസ്യ ആനന്ദ്യം ഇച്ഛതാ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ദാനം ചെയ്യണം വെച്ചാൽ അതിൻ്റെ ആത്യന്തിക ഫലം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ആ ദാനം ദേയം കൃഷ്ണനായിക്കൊണ്ട് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടൂ. അതുകൊണ്ട് സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനി ദേയം ശാന്തായ പൂർണ്ണായ ദത്തസ്യാനന്ദ്യമിച്ഛതാ. ഇങ്ങനെ ആ ദാനത്തിൻ്റെ ഫലത്തെ അനന്തമായിട്ട് കാക്ഷിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ആ ദാനം ശ്രീകൃഷ്ണനായിക്കൊണ്ട് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ അഗ്രപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠനായുള്ളത് ഭഗവാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇത്യുക്വാ സഹദേവോ ഭൂൽ തൂഷ്ണിം കൃഷ്ണാനുഭാവവിത് തച്ഛ്രുത്വാ തുഷ്ടു സർവേ സാധുഹദ്വിധി സത്തമാ. ആ വസുദേവ സഹദേവനൊരു വിശേഷണം കൊടുക്കുന്നുണ്ട്. കൃഷ്ണാനുഭാവവിൽ സഹദേവ. ആ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യത്തെ നന്നായിട്ട് അറിയുന്ന സഹദേവൻ ഇത്യുക്ത ഇങ്ങനെ പറഞ്ഞിട്ട് തൂഷ്ണീം പിന്നൊന്നും മിണ്ടാതിരുന്നു. സത്തമാ സർവേ ആ സദസ്സിലുണ്ടായിരുന്ന സത്തുക്കളിൽ വെച്ച് ഉത്കൃഷ്ടന്മാരായിട്ടുള്ള എല്ലാവരും തൽശ്രുത്വം അത് കേട്ടിട്ട് സാധു സാധു നന്നായി നന്നായി അങ്ങനെ തന്നെ വേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ സ്തുതിച്ചു. ഈ 6 ശ്ലോകങ്ങൾ സർവ്വ ഉപനിഷത്തുകളുടെയും സാരാണ്. അതുമാതിരി ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യത്തെ ചുരുക്കി പറഞ്ഞതാണെന്നൊക്കെ ശ്രേഷ്ഠന്മാർ ഭക്തലിയെ കരുതി ഉപാസിക്കുന്ന ആൾക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ജന്മസാഫല്യം അനുഭവിക്കാമെന്നാണ് ഗോപാലൻ നായർ പറയുന്നത്. സർവം വിഷ്ണുമയം ജഗൽ സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള ആ ശ്രുതികളിലൊക്കെ സാരം ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ശ്രുത്വാദുയേരിതം രാജ ജ്ഞാത്വാഹാർദം സഭാസദാം സമർഹയൽ ഋഷികേശം പ്രീത പ്രണയവിഹ്വല. ഇങ്ങനെ എല്ലാവരും സദസ്സിലെല്ലാവർക്കും ഈ അഭിപ്രായം വേറെ ഒന്നില്ല എന്ന് മനസ്സിലായി. സഹദേവൻ പറഞ്ഞതിനെ അവരെല്ലാവരും സാധു സാധു എന്ന് പറയല്ലേ ചെയ്ത്. അപ്പം അത് കേട്ട് രാജാ ദ്വിജേരിതം ശ്രുത്വ. ആ സമയത്ത് രാജാവ് ആ മഹർഷി അവിടെ സദസ്സിലുള്ള ഋത്തുക്കളുടെയും ബ്രാഹ്മണരുടെയും ഒക്കെ അഭിപ്രായം അവരെയൊക്കെ മോത്തിക്ക് നോക്കി അവരെയൊക്കെ അഭിപ്രായവും എന്താണ് ഈ സഹദേവൻ പറഞ്ഞു തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് സഭാസദാം ഹാർദം ജ്ഞാത്വ സഭയിലിരിക്കുന്നവരുടെ ആ ഹൃദയസ്നേഹത്തേക്ക് നന്നായി അറിഞ്ഞിട്ട് പ്രീത വളരെ സന്തോഷത്തോടുകൂടി പ്രണയവിഹുല സ്നേഹപരവശനായിട്ട് ശ്രീകേശം സമർഹയൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രേരിപ്പിക്കുന്നവനായിട്ടുള്ള ആ ഭഗവാനെ വേണ്ട രീതിയിൽ അഗ്രപൂജ ചെയ്തു എന്ന് പറയുകയാണ്. തൽപാദാവനിജ്യാവ ശിരസാ ലോകപാവനി സഭാര്യ സാനുജാമാത്യ സകുടുംബോ വഹൻ മുദാ. ആ ഭഗവാന്റെ ആധാരവിന്ദങ്ങൾ അങ്ങനെ തൽപാദവും അവനിജ്യ ജലം കൊണ്ട് പ്രക്ഷാളനം ചെയ്തിട്ട് ലോകപാവനീ ലോകങ്ങളെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന ആ ഭഗവത് തീർത്ഥജലത്തെ ശിരസ തൻ്റെ ശിരസ്സിലും അതുമാതിരി സഭാര്യ പത്നിയുടെ ശിരസ്സിലും സാനുജ ആമാത്യ അനുജന്മാരോടും മന്ത്രിമാരോടും എല്ലാവരുടെയും ശിരസ്സിലൊക്കെ ധരിച്ചുകൊണ്ട് കുടുംബസഹിതനായിട്ട് മുതാ അവകൾ തങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ശിരസ്സിൽ ആ ഭഗവാന്റെ പാദതീർത്ഥം അങ്ങോട്ട് വഹിച്ചു എന്ന് പറയുകയാണ്. വാസോഭി പീതകൗശേയൈ ഭൂഷണൈശ്ച മഹാധനൈ അരിഹയിത്വാശ്രുപൂർണാക്ഷോ നാശകൾ സമവീക്ഷിതും. ആ പൂജ എങ്ങനെ ചെയ്യണ സമയത്ത് എങ്ങനെയാണ്? പീതകൗശേയൈ നല്ല മഞ്ഞ നിറത്തിലുള്ള ആ
നല്ല പട്ട് വസ്ത്രങ്ങളെ കൊണ്ടും മഹാധനൈഭൂഷ വളരെ വില പിടിച്ച ആഭരണങ്ങളെ കൊണ്ടും ഭഗവാനെ പൂജിച്ചിട്ട് ആ ഭഗവാനെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അശ്രുപൂർണ്ണ ആനന്ദ ബാഷ്പങ്ങൾ അങ്ങോട്ട് കണ്ണങ്ങനെ നിറഞ്ഞിട്ട് സമവേക്ഷിതും നാശകൾ നന്നായിട്ടൊന്ന് നോക്കുവാൻ കൂടി കഴിഞ്ഞ് കണ്ണീരങ്ങനെ നിറഞ്ഞിട്ട് ഭഗവാനെ ഒന്ന് കാണാൻ കൂടി ശക്തനായില്ല. യുധിഷ്ഠിരൻ എന്ന് പറയാണ്, ഇത്തം സവാരിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാ നമോ ജയേതിനേമുസ്തം നിവേദു പുഷ്പവൃഷ്ടയാ. ആ മംഗളകർമ്മം നടക്കുന്ന സമയത്ത് ഇത്തം സഭാജിതം വീക്ഷ്യ അങ്ങനെ ആ ഭഗവാനെ ഇങ്ങനെ വേണ്ട രീതിയിൽ സൽക്കരിക്കപ്പെടുന്ന കണ്ടിട്ട് സർവേ ജന സഭയിലുള്ള എല്ലാവരും പ്രാഞ്ജലയ എണീറ്റ് നിന്ന് കൈകൂപ്പി തൊഴുതുകൊണ്ട് നമ ജയ ജയ എന്നുള്ള മംഗളവാക്യങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ആ തം നേമു ആ ഭഗവാനെ കണ്ട് നമസ്കരിച്ചു. ആ സമയത്ത് ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ മംഗളമായ സമയത്ത് ഇത്തം നിശമ്യതമഘോഷസുതസ്വീടാൽ ഉത്ഥായ കൃഷ്ണഗുണവർണ്ണനജാതമന്യു ഉൽക്ഷിപ്യ ബാഹുമിതമാഹ സദസ്യമർഷി സംശ്രാവയൻ ഭഗവതേ പരുഷാന്യഭീത. ഇത്തം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദമഘോഷസുത നിശമ്യ ഇങ്ങനെയുള്ള ഈ ഭഗവാനുള്ള അഗ്രപൂജയും അതുമായുള്ള അവിടെ എല്ലാവരുടെ സ്തുതിവാചകളൊക്കെ കേട്ടിട്ട് ശിശുപാലൻ ദമഘോഷസുധ എന്ത് ചെയ്തു? കൃഷ്ണഗുണവർണ്ണന ജാതമന്യു ആ ഭഗവാന്റെ ഗുണവർണ്ണങ്ങൾ അങ്ങനെ കേട്ടിട്ട് കോപത്തോടു കൂടിയവനായിട്ട് സ്വപീഡാൽ ഉത്തായി തൻ്റെ ആസനത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ബാഹും ഉൾക്ഷിപ്യ കൈ ഉയർത്തിയിട്ട് സദസ്സിലെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അമർഷി വളരെ ക്രോധനയുക്തനായിട്ട് നാലോ അഭീത ആരെയും പേടില്ലാത്തവനായിട്ട് ഭഗവതേ പരുഷാണി സംശ്രാവയൻ സദസി ഇതം ആഹാ സദസ്സിലെ എല്ലാവരെയും കേൾക്കാൻ വേണ്ടി ഭഗവാനെതിരായിട്ട് പരുഷങ്ങളായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഈശോദുരത്യയക്കാല ഇതി സത്യവതീ ശ്രുതി വൃദ്ധാനാമഭിയൽ ബുദ്ധി ബാലവാക്യൈർവിഭിദ്യതേ. കാല ഈശ ദുരത്യയ ഇതി ശ്രുതി എന്താണ് ഈ കാലം, അതുമാതിരി ഭഗവാൻ ഈശ്വരൻ ഇതൊക്കെ അതിക്രമിക്കാൻ കഴിയാത്തതാണെന്നാണ് സാധാരണ എല്ലാവരും പറയാറെന്നാണ് കേൾവി എന്ന് പറയുകയാണ്. സത്യവതി അത് സത്യമാണ് പറയും. കാരണം യാതൊന്ന് ഹേതുവായിട്ട് വൃദ്ധാനാം അഭിബുദ്ധി ഈ ഇവിടെ സദസ്സിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബുദ്ധിസത്തന്മാരായിട്ടുള്ള ജ്ഞാനവൃദ്ധന്മാരായിട്ടുള്ള അനവധി പേരുണ്ട്. അവരുടെ ബുദ്ധി അവരുടെ വിചാരശക്തി ബാലവാക്യൈ വിവിധ്യതേ ഈ ബാലന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ഇങ്ങനെ ഭേദിക്കപ്പെടണ്ടല്ലോ, കഷ്ടം തന്നെ എന്ന് പറയാണ്. കാലത്തിൻ്റെ ഒരു ഗതി പോക്ക അലിച്ചു നോക്കുകയാണെന്ന് പറയാണ്. യൂയം പാത്രവിദാം ശ്രേഷ്ഠ മാമന്ധ്വം ബാലഭാഷിതം സദസപദയ സർവേ കൃഷ്ണോ യൽ സന്മതോർഹണേ. സദസപദയ പാത്രവിദാം ശ്രേഷ്ഠ യൂയം ഈ സദസ്സിലുള്ള യോഗ്യന്മാരായിട്ടുള്ള എത്ര പേരുണ്ട് അവരെല്ലാവരും പാത്രം അറിയുന്നവരിൽ വെച്ച് ഉത്കൃഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും കൃഷ്ണ അർഹണേ സമ്മത യൽ ബാലഭാഷിതം മാമന്ധ്വം. എന്താണ് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക? ഇത്ര പണ്ഡിതന്മാരും അറിവുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഈ ബാലം പറഞ്ഞുള്ള വാക്യത്തെ എന്താണ്? കൃഷ്ണനാണ് എല്ലാവരിലും വെച്ച് അഗ്രപൂജ ചെയ്യാൻ ശ്രേഷ്ഠൻ സമ്മതൻ എന്ന് പറഞ്ഞില്ലേ? അത് കേട്ട് നിങ്ങളെ അത് ഗണിച്ചില്ലേ? കഷ്ടമാണ്, നിങ്ങളത് ഗണ്യാക്കരുതെന്ന് പറയാണ്. മാമന്ധ്വം എന്ന് പറയാണ്. ഇത് അങ്ങനെ ചീത്തയായിട്ടുള്ള ഭാഗത്താണ്. എന്താണ്? ദുഷിച്ച രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇതിന് ആ സ്തുതിയർത്ഥം കൂടി ഉണ്ടെന്നൊക്കെ പറയും. അതായത് ഭഗവാനെ സ്തുതിക്കാൻ ദുഷിക്കാൻ ശിശുപാലന് കഴിയില്ല. ശിശുപാലൻ ഭഗവാന്റെ വലിയ ഭക്തനല്ലേ. അതുകൊണ്ട് സംസ്കൃത ഭാഷയുടെ കേമത്വം കൊണ്ട് ഇതിനെ വേണ്ട രീതിയിൽ ആ സ്തുതിയർത്ഥം ആയിക്കൊണ്ടൊക്കെ പറയേണ്ടത്. നമുക്കിപ്പോൾ ഏതായാലും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ വാക്യാർത്ഥം മാത്രം എടുത്താൽ മതി. കാരണം അവിടെ സദസ്സിൽ എല്ലാവർക്കും ആ സമയത്ത് കോപം വരികയാണ് ഉണ്ടായത്. തവോ വിദ്യാമൃതതരൻ ജ്ഞാനവിധ്വസ്തകൽമഷൻ പരമർഷീൻ ബ്രഹ്മനിഷ്ഠാം ലോകപാലൈശ്ച പൂജിതാൻ സദസ്പതീനധിക്രമ്യ ഗോപാല കുലവാംസന യഥാ കാക പുരോടാശം സവല്യം കഥമർഹതി. തപോ വിദ്യാവ്രതതരാൻ തപസ് വിദ്യ വ്രതം ഇതൊക്കെ വേണ്ട രീതിയിൽ ധരിക്കുന്നവരും ജ്ഞാനവിധ്വസ്ത കന്മഷാൻ ജ്ഞാനങ്ങളാൽ നശിപ്പിക്കപ്പെട്ട
മാലിന്യങ്ങളോട് കൂടിയവരും ബ്രഹ്മനിഷ്ഠാൻ ബ്രഹ്മത്തിൽ സ്ഥിരമായിരിക്കുന്നവരും ലോകപാലയിച്ച പൂജിതാൻ ലോകപാലന്മാരാലും പൂജിക്കപ്പെടുന്നവരുമായ പരമഋഷീൻ യോഗ്യന്മാരായിട്ടുള്ള ഋഷികളായ സദസ്പതീൻ സദസ്സിൽ പ്രമാണികൾ അങ്ങനെ ധാരാളം ഉണ്ട്. ഈ പറഞ്ഞ യോഗ്യതയോട് കൂടിയിട്ടുള്ള ആൾക്കാർ അവരെല്ലാം അതിക്രമിച്ചിട്ട് കുലപാംസന കുലത്തിന് കളങ്കത്തെ ജനിപ്പിക്കുന്നവനായ ഈ ഗോപാല ഈ ഗോപൻ കാക പുരോടാശം യഥാ കാക്ക ഈ യാഗഭാഗത്തെ എന്ന പോലെ സബര്യാം കഥം അർഹതി എങ്ങനെയാണ് ഈ കാക്കയ്ക്ക് പുരോടാശം കൊടുക്കുന്ന വേണ്ടി ഈ കൃഷ്ണൻ ആരാണ് ഈ അഗ്രപൂജ ചെയ്തത്? ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. വർണ്ണാശ്രമകുലാവേദ സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി ഗുണൈർഹീന സബര്യം കഥമരുഹതി. ഇവന്റെ കഥ ആലോചിച്ചാലോ, വർണ്ണാശ്രമകുലാവേദ ഇവന് വർണ്ണമില്ല, ആശ്രമമില്ല, കുലമില്ല, പിന്നെയോ സർവ ധർമ്മ ബഹിഷ്കൃത എല്ലാ ധർമ്മങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവനാണ് ഇവൻ. സ്വൈരവർത്തി അവനവൻ്റെ ഇഷ്ടം പോലെ ഓരോ രീതിയിൽ അങ്ങനെ ജീവിക്കുന്നവനാണ്. ഗുണൈഹീന ഗുണങ്ങളൊന്നും ഇല്ലാത്തവനാണ്. സബര്യാം കഥമരുഹതി എങ്ങനെയാണ് ഇവന് അഗ്രപൂജയ്ക്ക് അർഹനായി തീരുക എന്നാണ് ശിശുപാലൻ ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഈ നിന്ദാസ്തുതിക്കൊക്കെ വേണ്ട രീതിയിൽ വേണമെച്ചാൽ ആലോചിച്ചാൽ ഒരു സ്തുതി അർത്ഥം കൂടിയുണ്ട് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഏതായാലും അങ്ങനെ അവിടെ ഇരുന്ന സദസ്സിലുള്ള ആൾക്കാർ എന്താണ് കേട്ടത്? ഈ നിന്ദാസ്തുതി തന്നെ കേട്ടുള്ളൂ. കാരണം അവർ ശ്രേഷ്ഠന്മാരായുള്ള നാരദ മഹർഷിയും ഭീഷ്മരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരാരും ഇതിൻ്റെ നല്ല വാക്യത്തിന് നല്ല ഭാഗത്തിനെ മാത്രം എടുത്തില്ല. അവരെല്ലാവരും ഇതിനോട് ദേഷിക്കുന്നേ ചെയ്തു. അപ്പോൾ ശിശുപാലൻ ഉദ്ദേശിച്ചത് നിന്ദാവചനം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കണം. യയാദിനൈഷം ഹി കുലം ശപ്തം സദ്ഭിർബഹിഷ്കൃതം വൃഥാപാനരഥം ശശ്വൽ സകര്യം കഥമർഹതി. യേഷാം കുലം യയാദിനാ ശപ്തം ഇവരുടെ യദുവംശത്തെ യദുരാജാവിനൊന്നും രാജ്യഭാരമില്ലാണ്ടായി പോട്ടെ എന്ന് ആദ്യം പണ്ട് യയാദി ശപിച്ചിട്ടുണ്ട്. അതാണ് യയാദിനാ ശപ്തം സദ്ഭി ബഹിഷ്കൃത സത്തുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇവരെ പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് വൃഥാപാനരഥം വെറുതെ ഇങ്ങനെ മദ്യപാനത്തിൽ മുഴുകിയിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ് ഇവര്. ശശ്വൽ സബര്യാം കഥമർഹതി അവരുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ അഗ്രപൂജയെ അർഹിക്കുന്നത്? ആ കുലം തന്നെ അങ്ങനത്തെ ആണെന്ന് പറയാണ്. പിന്നെയോ ബ്രഹ്മർഷി സേവിതൻ ദേശൻ ഹിത്വൈരേ ബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തേ ദസ്യവ പ്രജാ. ഇന്ന് മാത്രമാണോ ആൾക്കാരെല്ലാവരും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രഹ്മർഷി സേവിതാൻ ദേശൻ ബ്രഹ്മർഷികൾ സേവിക്കുന്ന ദേശങ്ങളെയൊക്കെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ഏതേ ദസ്യവ ഈ കള്ളന്മാർ അബ്രഹ്മവർച്ചസം ബ്രഹ്മതേജസ് ഇല്ലാത്തതായിട്ടുള്ള സമുദ്രത്തിലെ ഒരു കോട്ടയിൽ അവിടെ ആശ്രയിത്യ പ്രജാബാധന്ത അവിടെ പ്രജകളെ ഇങ്ങനെ രക്ഷിക്കല്ലേ അവരെ ബാധിക്കണു ഉപദ്രവിക്കണു എന്നാണ് പറയുന്നത് ശിശുപാലൻ. ഏവം ആദീന്യഭദ്രാണി ബഭാഷേ നഷ്ടമംഗള സോ നോവാചകിഞ്ചിൽ ഭഗവൻ യഥാസിംഹ ശിവാരുതം. ഏവം ആദീനി ഇപ്രകാരമുള്ള അഭദ്രാണി അമംഗളങ്ങളെ എങ്ങനെയാണ് നഷ്ടമായ മംഗളത്തോടു കൂടിയവൻ അതായത് ഇവൻ്റെ മംഗളങ്ങൾ മുഴുവൻ നശിച്ചിരിക്കണം. അതുകൊണ്ടാണ് അവന് ഈ ഭഗവാനോട് അധികം എതിർത്ത് പറയാൻ തോന്നിയതേ. അങ്ങനെയുള്ള അവനവിടെ അങ്ങനെ ബഭാഷേ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ശിവാരുതം സിംഹയത ഭഗവാൻ കിഞ്ചിൽ ന ഉവാച. ഈ കുറുക്കന്മാരടുത്ത് വന്ന് അങ്ങനെ ഓളിട്ട് വെച്ചാൽ ഒരു സിംഹത്തിന് വല്ല പരിഭ്രമം ഉണ്ടാവാറുണ്ടോ? അതുമാതിരി ഭഗവാൻ ഇതൊന്നും കണ്ടു കേട്ടു എന്നേ നടിച്ചില്ല, ഒന്നും മറുപടി പറഞ്ഞതുമില്ല എന്ന് പറയുകയാണ്. ഭഗവൻ നിന്ദനം ശ്രുത്വാ ദുസ്സഹം തത്സഭാസദ കർണോ പിതായ നിർജഗ്മു ശവന്ത ചേരിപം രുഷാ. ഭഗവൻ നിന്ദനം ദുസ്സഹം യൽ അതായത് അവർക്ക് കേട്ടവർക്കൊക്കെ ഭഗവാന്റെ നിന്ദാരൂപമായിട്ടുള്ള ഈ വാക്കുകളാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ദുസ്സഹം അവർക്ക് ആർക്കും സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനെ സഭയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ശ്രുത്വ കേട്ടിട്ട് കർണോപിത ചെവികൾ അടച്ചിട്ട് രുഷാ ചേതിവം ശവന്ത നിർജഗ്മു കുറേ പേര് അനവധി പേര് ദേഷ്യത്തോടു കൂടി ചെവിയൊക്കെ പൊത്തിയിട്ട് ആ ശിശുപാലിനെ ശപിച്ചും കൊണ്ട് ആ സഭയിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ട് പോയി എന്ന് പറയാണ്. ഇത് കേട്ടിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ. നിന്ദാം ഭഗവത ശൃണ്വം തൽപരസ്യ ജനസ്യ വാ തതോ നാവൈര്യസോവി യാത്യഥ
സുഹൃതാൽച്യുത. എന്താണ് അവർ പോവാനുള്ള കാരണം? ഭഗവത തൽപരസ്യ ജനസ്യ വാ, ആ ഭഗവാന്റെയോ അല്ലെങ്കിൽ ഭഗവാനിൽ താല്പര്യമുള്ള, അതായത് ഭഗവത് ഭക്തന്മാരുടെയോ ആ നിന്ദയെ ശൃണ്വൻ കേൾക്കുന്നവനായിട്ട് യാതൊരുത്തൻ തഥ ന അവൈതി അവിടുന്ന് പോകുന്നില്ലയോ. അതായത് ഭഗവാന്റെ നിന്ദ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരുടെ നിന്ദയെ ചെയ്യുന്ന ആൾക്കാരുടെ വചനങ്ങളെ കേട്ടിട്ട് അവിടുന്ന് പോവാത്തവൻ എങ്ങനെയാണ്? സ അവി സുഹൃതാൻച്യുത, അവനും തൻ്റെ സുഹൃതത്തിൽ നിന്ന് ഭ്രംശിച്ചിട്ട് അധോഗതി അടയുന്നതാണ് പറയുന്നത്. അതായത് വേറെ ആരെങ്കിലും ഭഗവാനെ ദുരിച്ച് പറയണത് കേൾക്കാനും കൂടി പാടില്ല, അവിടെ നമ്മൾ പോകണം ചെവി പൊത്തിയിട്ട് എന്ന്. അല്ലാന്നുണ്ടെങ്കിലോ അവനെ ചെന്ന് ആക്രമിച്ച് അവനെ തിരുത്താൻ പരിശ്രമിക്കുകയും വേണം. അതാണ് തഥ പാണ്ഡുസുതാ ക്രുദ്ധ മത്സ്യകൈകയ സൃഞ്ജയാ ഉദായുധാ സമുത്തസ്ഥൗ ശിശുപാലജിഹംസവാ. ആ സമയത്ത് ക്രുദ്ധ പാണ്ഡുസുത, ആ ക്രോധിച്ചവരായുള്ള പാണ്ഡുപുത്രന്മാരും മത്സ്യകൈകയ സൃഞ്ജയ, അവരുടെ പക്ഷത്തുള്ള മത്സ്യന്മാർ, കൈകയന്മാർ, സൃഞ്ജയന്മാർ, ഇവരെല്ലാവരും ഭഗവാനെ ഇങ്ങനെ ശിശുപാലനെ അപേക്ഷിക്കുന്നത് കേട്ടിട്ട് ശിശുപാലജിഹംസവ, ശിശുപാലനെ കൊല്ലുവാൻ ആഗ്രഹത്തോടു കൂടിയവരായിട്ട് ഉദായുധാ സമുസ്തസ്തു, അവരെല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഉയർത്തി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് എഴുന്നേറ്റു. തതശ്ചര്യസ്ത്വസംഭ്രാന്തോ ജഗൃഹേ ഖഡ്ഗജർമ്മണി വത്സയൻ കൃഷ്ണപക്ഷീയൻ രാജ്ഞഃ സദസി ഭാരത. ഈ പരീക്ഷത്തെ ആ സമയത്ത് ചൈദ്യത് ശിശുപാലനാവട്ടെ ഒരു സംഭ്രമവും ഇല്ലാണ്ട് എന്ത് ചെയ്തു? അസംഭ്രാന്ത, പരിഭ്രമം തീരെ ഇല്ലാണ്ട് കൃഷ്ണപക്ഷീയൻ രാജ്ഞ, ആ കൃഷ്ണന്റെ പക്ഷത്തുള്ള രാജാക്കന്മാരുണ്ടല്ലോ തന്നെ ആക്രമിക്കാൻ എണീറ്റവർ, അവരെ സദസി ഭത്സയൻ, അവരെയും ഭഗവാനെ മാത്രമല്ല അവരെയും ഭത്സിച്ചുകൊണ്ട് തൻ്റെ വാളും പരിചയമൊക്കെയാണ് സ്വീകരിച്ചുകൊണ്ട് ആ യുദ്ധത്തിനാണ് നിങ്ങൾ പറയുന്നത്, എന്നാ കാണിച്ചാലേ നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് അവരുടെ നേർക്ക് ശിശുപാലൻ കണ്ട് പുറപ്പെട്ടു. താവതുത്ഥായ ഭഗവാൻ സ്വാന്നിവാര്യ സ്വയം രുഷാ ശിരക്ഷുരാന്തചക്രേണ ജഹാരാപതോരിവോ. ആ സമയത്ത് താവൽ ഭഗവാൻ എങ്ങനെയാണ്? ഉത്ഥായ ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് സ്വാൻ നിവാര്യ, തൻ്റെ പക്ഷത്തുള്ള ആൾക്കാരൊക്കെയുള്ള അവരൊക്കെ നിങ്ങൾക്ക് എനിക്ക് പേടിക്കല്ല, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് രൂഷ ദേഷ്യത്തോടെ സ്വയം ആപതത രവോ, തൻ്റെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി വരുന്ന ശത്രുവിൻ്റെ ശിരസിനെ ക്ഷുരാന്തചക്രേണ ജഹാര, തൻ്റെ സുദർശന ചക്രം കൊണ്ട് അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ശിശുപാലനെ അങ്ങോട്ട് വധിച്ചു. ശബ്ദക്കോലാഹലോപ്യാസീൻ ശിശുപാലേ ഹരേ മഹാൻ തസ്യാനുയായിനോ ഭൂവാ ദുദ്രുഹു ജീവിതൈഷിണ. ശിശുപാലേ ഹതേ, ഇപ്രകാരം ശിശുപാലൻ വധിക്കപ്പെട്ടപ്പോൾ മഹാൻ മഹത്തായിട്ടുള്ള കോലാഹല ശബ്ദം ഉണ്ടായി ആ സദസ്സിൽ മുഴുവൻ. തസ്യ അനുയായിന, അവൻ്റെ സഹായികളായിട്ടുള്ള മറ്റു രാജാക്കന്മാർ ഭൂവാ ജീവിതൈഷിണ ദുദ്രുഹു, തങ്ങളുടെ ജീവിതത്തിലുള്ള ആഗ്രഹം കൊണ്ട് പേടിച്ച് ഓടിപ്പോയി എന്ന് പറയുകയാണ്. ചൈദ്യദേഹോത്തിതം ജ്യോതിർ വാസുദേവമുപാവിശൽ പശ്യതാം സർവഭൂതാനം ഉൽക്കേവ ഭുവിഖാൽച്യുത. ആ സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി. എന്താണ്? ചൈദ്യദേഹോത്തിതം ജ്യോതി, ഈ ശിശുപാലൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ഒരു ജ്യോതിസ് ഖാച്യുത, ആകാശത്തിൽ അങ്ങനെ ഭ്രംശിച്ചതായിട്ടുള്ള ഒരു ഉൽക്ക പോലെ ഭൂമിയിൽ പതിച്ച മാതിരി സർവഭൂതാനാം പശ്യതാം, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ വാസുദേവം വാവിശൽ, ആ ജ്യോതിസ് പുറത്ത് നിന്നിട്ട് അങ്ങനെ ഭഗവാനിലേക്ക് അങ്ങോട്ട് ചെന്ന് ലയിച്ചു. ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാദിയം തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം. ഈ ദുഷ്ടനായിട്ടുള്ള ശിശുപാലൻ എങ്ങനെ ഇങ്ങനെ ഭഗവാനിൽ സായുജ്യം പ്രാപിച്ചു എന്നുള്ള സംശയത്തിന് ആണ് ഇത് പണ്ട് ഈ സന്ദർഭത്തിൽ സപ്തമസ്കന്ധം ആരംഭിക്കുന്നതോടുകൂടിയിട്ടാണ് യുധിഷ്ഠിരന് കൂടി സംശയം ഉണ്ടായി. എന്നിട്ട് അതിനെ നാരദ മഹർഷി കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് ആ സപ്തമസ്കന്ധം ആരംഭിക്കുന്നത്. അത് ഇവിടെ ഒന്നിങ്ങനെ സൂചിപ്പിക്കുന്നതിൽ എന്താണ്? ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാ, ഇപ്രകാരം 3 ജന്മത്തിൽ അനുസ്യൂതമായിട്ടുള്ള വൈരം കൊണ്ട് ആവേശിക്കപ്പെട്ട ബുദ്ധി കൊണ്ട് ദിയാ, അതായത് വൈരാനുബന്ധേനാന്ന് പറയില്ലേ, ആ ഭഗവാനെ തന്നെ വൈരം കൊണ്ട് ഭഗവാനെ തന്നെ ചിന്തിച്ച് ധ്യാനിക്കുന്നതിനായിട്ട്
തന്മയതാം ജാത, ആ ഭഗവാന്റെ ആ സ്വരൂപത്തിൽ തന്നെ പ്രാപിച്ചു. ഹി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവോ ഹി ഭവകാരണം. അതായത് നമ്മുടെ ഭാവന എന്താണ്, അതാണ് നമ്മുടെ ധ്യേയാകാര വൃത്തിയായിട്ട് ഭവിക്കാൻ ഹേതുവായി തീരുന്നതാണ്. അതായത് നമ്മൾ ഏതിനെ അനുസരിച്ച് ഭാവനയെ അനുസരിച്ച് ഒരു മരിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ ആ ജന്മചിന്തയ്ക്കും അത് വീണ്ടും തുടർന്ന് ആ ഭാവനയ്ക്കനുസരിച്ചിട്ട് അവസാനം നമ്മൾ ആ ഏതിനെ ചിന്തിച്ച് ആ ഭാവ്യുണ്ടല്ലോ അതിലായിരിക്കും നമ്മൾ തീരുന്നുള്ളത്. ആ പേശസ്കാരൻ്റെ വേട്ടാളൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സപ്തസ്കന്ധത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കണത്. എല്ലാറ്റിനും കാരണം എന്താണ്, ഈ ഭാവോഹി ഭവകാരണം എന്നുള്ളത് ഏത് കാലത്തും സത്യമായിട്ടൊരു നിയമമാണെന്നാണ് ഓർമ്മിക്കേണ്ടത്. ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും എല്ലാം കാരണം നമ്മുടെ മനസ്സിലെ ഭാവനകളാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഏതായാലും ശിശുപാലൻ അങ്ങനെ ഭഗവാന്റെ മൊത്തം 3 ജന്മങ്ങളെ കൊണ്ട് സ്ഥിരമായി ഭഗവാനെ തന്നെ ഹിരണ്യകശിപുവായിട്ടും പിന്നീട് രാവണനായിട്ടും ഇപ്പോൾ ഇതാ ശിശുപാലനായിട്ടും ഭഗവാനോടുള്ള ആ വൈരാനുഭാവം ഉറപ്പിച്ച് ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഭഗവാനിലാണ് മുക്തി നേടും ചെയ്തു. ഋത്വിക്യ സദസ്യേഭ്യോ ദക്ഷിണാം വിപുലാം അദാൽ സർവാൻ സമ്പൂജ്യ വിധിവൽ ചക്രേവ വൃതമേകരാൾ. അതിനുശേഷം സദസ്യേഭ്യ ഋത്വിഭ്യ, അതായത് സദസ്സിൽ ഉള്ളവരായിട്ടുള്ള എല്ലാവർക്കും അതുമാതിരി ഋത്വിക്കുകൾക്കും വിപുലാം ദക്ഷിണാം അദാൽ വളരെ അധികരിച്ചതായിട്ടുള്ള ദക്ഷിണയെ കൊടുത്തു എന്നിട്ടോ. വിധിപ്രകാരം വിധിവൽ സർവാൻ എല്ലാവരെയും വിധിപ്രകാരം നന്നായി പൂജിച്ചിട്ട് ഏകരാട് ചക്രവർത്തിയായി തീർന്നു അദ്ദേഹം. ഏകനായിട്ടുള്ള അധിപതിയായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് അവഭൃതം ചക്ര യജ്ഞത്തിൻ്റെ അവസാനത്തിലെല്ലാം അവഭൃതസ്ഥാനം പുറപ്പ് ചെയ്തു എന്ന് പറയുകയാണ്. സാധയിത്വാക്രതും രാജ്ഞ കൃഷ്ണോ യോഗേശ്വരേശ്വര ഉവാസകതി ജിന്മാസൻ സുഹൃദ്ഭിരഭിയാചിത. യോഗേശ്വരേശ്വര യോഗഫലദാതാക്കന്മാരായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാരുടെയും ഈശ്വരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ രാജ്ഞ ക്രതും സാധയിത്വം ഇപ്രകാരം ആ രാജാവിൻ്റെ രാജസൂയജ്ഞത്തെ സാധിപ്പിച്ചിട്ട് സുഹൃദ്ഭി അഭിയാചിത പുറപ്പെട്ടു പോകാൻ സമയത്ത് വറ്റേ കൃഷ്ണ കുറച്ച് ദിവസം കൂടി നിൽക്കൂ അങ്ങനെ പറഞ്ഞ് സുഹൃത്തുക്കളാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് കതിജിൻ മാസാൻ കുറേ മാസങ്ങൾക്ക് തന്നെ വീണ്ടും അവിടെ വസിച്ചു എന്ന് പറയുകയാണ്. അതോനുജ്ഞാപ്യ രാജാനം അനിച്ഛന്തമീശ്വര യയൗ സഭാര്യ സാമാപ്യ സ്വപുരം ദേവകീസുത. അതിനുശേഷം ഈശ്വര ദേവകീസുത ഈശ്വരനായിട്ടുള്ള ആ ദേവീപുത്രനായിട്ടുള്ള ഭഗവാൻ അനിച്ഛന്തം ഇച്ഛയില്ലാത്തവനെങ്കിലും രാജാനം അനുജ്ഞാപ്യ യുധിഷ്ഠിര രാജാവിനെ ഒട്ടും വിടാൻ ഭഗവാനെയും വിടാൻ ആഗ്രഹമില്ല. എങ്കിൽ കൂടി ഒരുവിധം അദ്ദേഹത്തിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് സഭാര്യ സാമാത്യ സ്വപുരം ജയോ തൻ്റെ പത്നിമാരോടും മന്ത്രിമാരോടും എല്ലാവരോടും കൂടിയിട്ട് തിരിച്ച് തൻ്റെ രാജധാനിയായിട്ടുള്ള ദ്വാരകയിലേക്ക് അങ്ങോട്ട് മടങ്ങും ചെയ്തു. വർണ്ണിതം തതുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ പ്രസാവാൽ പുനഃ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇത് രാജസൂയത്തിൻ്റെ സമയത്ത് ശിശുപാലൻ്റെ വധം എങ്ങനെയുണ്ടായിരുന്നൊക്കെ ഇതൊക്കെ ഞാൻ പണ്ട് അതാണ് വർണ്ണിതം തതുപാഖ്യാനം മയാതേ ബഹു വളരെ വിസ്തരിച്ചിട്ട് അങ്ങക്ക് ഞാൻ പണ്ട് പറഞ്ഞു തന്നെ എന്താണ് വിപ്രശാപാൽ വൈകുണ്ഠവാസിന ജന്മ ബ്രാഹ്മണശാപം നിമിത്തം വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായിട്ടുള്ള ജയവിജയന്മാരുടെ ഈ ജന്മ തൽ ഉപാഖ്യാനം ജനനരൂപമായിട്ടുള്ള ആ കഥയെ മയാത്തെ അങ്ങയ്ക്ക് ഞാൻ അധികം വിസ്തരിച്ചിട്ട് വീണ്ടും പലതവണ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സൂചിപ്പിക്കാൻ മനസ്സിലാക്കാൻ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയണത്. രാജസൂയാവൃദ്ധേന സ്നാതോ രാജാ യുധിഷ്ഠിര ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശിശുവേസുരരാടിവ. അതിനുശേഷം രാജാ യുധിഷ്ഠിര യുധിഷ്ഠിര രാജാവ് രാജസൂയാവൃത്തേന സ്നാത ഈ അവഭൃതസ്ഥാനത്തിന് ശേഷം അങ്ങനെ അവിടെയുള്ള ബ്രാഹ്മണര് ക്ഷത്രിയര് എല്ലാം ആ സഭാമധ്യത്തിൽ സുരരാടിവ ശുശുവേ ദേവന്മാര് ഇടയിൽ എങ്ങനെ ദേവേന്ദ്രൻ ശോഭിക്കുന്നുവോ അതുമാതിരി വിളങ്ങി എന്ന് പറയുകയാണ്. രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഖേചര കൃഷ്ണം ക്രതും ച സംസന്ത സ്വധാമാനി മുദാ.
രാജ്ഞാ സഭാവിധാ സുരമാനവഖേചര. ഇപ്രകാരം ആ യുധിഷ്ഠിര രാജാവിനാൽ വേണ്ട രീതിയിൽ സൽക്കരിക്കപ്പെട്ട ദേവന്മാരെ, മനുഷ്യന്മാര്, മറ്റുള്ള പ്രമദഗണങ്ങളായിട്ടുള്ള എല്ലാവരും മുതാ വളരെ സന്തോഷത്തോടുകൂടി കൃഷ്ണനെയും യാഗത്തെയും പ്രശംസിക്കുന്നവരായിട്ട് സ്വധാമാനിയെയും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് അവരൊക്കെ മടങ്ങിപ്പോവുകയും ചെയ്തു. ദുര്യോധനമൃതേ പാപം കലിം കുരുകുലാമയം യോനസേഹേ ശ്രിയം സ്ഫീതം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യതാം. എങ്ങനെയാണ് അവിടെ എല്ലാവർക്കും ഈ രാജസൂയം കണ്ടിട്ട് സന്തോഷമായി എന്ന് പറഞ്ഞില്ലേ? എന്നാലോ ദുര്യോധനമൃതേ ഒരാൾക്ക് മാത്രം സന്തോഷമായില്ല. അതായത് ദുര്യോധന ഒഴിച്ചുള്ള ബാക്കി എല്ലാവർക്കും എന്ന് പറയുകയാണ്. കാരണം പാണ്ഡുതസ്യ ശ്രീരാം താം ശ്രീയം ദൃഷ്ട്വാ നസേഹേ. കാരണം ദുര്യോധന യാതൊരുത്തൻ ഈ യുധിഷ്ഠിരന്റെ ഈ വർദ്ധിച്ചിരിക്കുന്ന ആ യശസ്സിനെ കണ്ടിട്ട് നസേഹേ സഹിച്ചില്ല എന്ന് പറയണം. അസൂയ കൊണ്ടങ്ങോട്ട് അസൂയ മൂത്തിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. പാപം കുരുകുലാമയം കലിം ദുര്യോധനം മൃതേ. ദുര്യോധന്റെ വിശേഷങ്ങളാണ് അവൻ. പാപിയാണ്, ഈ കുരുകുലത്തിന് മുഴുവൻ നാശകാരനാണ് എന്ന് മാത്രമല്ല കലിയുടെ അംശമാണ് ഈ ദുര്യോധനൻ. ആ ദുര്യോധനെ മാത്രം ഈ രാജസൂയം കൊണ്ട് ഒട്ടും സന്തോഷം ഉണ്ടായില്ല, അസൂയേനുണ്ടായത് പറയാണ് കേട്ടോ. ഇതം കീർത്തയേൽ വിഷ്ണു കർമ്മചൈദ്യവതാവതാധികം രാജമോക്ഷം വിധാനം ച സർവഭാവൈ പ്രമുച്യതേ. ഈ ഫലശ്രുതി പറയാണ്, വിഷ്ണു ചൈദ്യവതാധികം ഇതം കർമ്മ, ഈ രാജസൂയ യജ്ഞത്തെയും അതുമാതിരി ഭഗവാന്റെ ഈ ശിശുപാലം വധം തുടങ്ങിയുള്ള കർമ്മങ്ങളെയും അതുമാതിരി രാജാക്കന്മാരെ മോചിപ്പിച്ചതിനെയും, അതായത് രാജസൂയം നടത്തുന്നതിന് മുമ്പായിട്ട് ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്ന് രാജാക്കന്മാരെ മോചിപ്പിച്ചില്ലേ, അതെല്ലാം അതുമാതിരി വിധാനം ഈ രാജസൂയത്തെയും കീർത്തയേൽ യാതൊരുത്തൻ കീർത്തിക്കുമോ സ സർവപാപൈ പ്രമുച്യതേ, അവൻ സകല പാപങ്ങളിൽ നിന്നും മോചിതനായിത്തീരും എന്ന് ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശിശുപാലവധോ നാമ ചതുസ്സപ്തതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.